ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ ഒരുമയുമായി മലയാളത്തിൻ മണിമുറ്റത്ത് സ്വപ്നം നെയ്യാൻ സ്വർഗം തീർക്കാൻ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മലയാളിക്കൊരു സൂപ്പർ ബമ്പർ മനം നിറച്ച് കൈ നിറച്ച് കൈയടിച്ച് കപ്പടിച്ച് ചിരി നിറച്ച് കണ്ണിറച്ച് പൊടി പാറിയ പൊടി പൂര സൂപ്പർ ബമ്പർ സൂപ്പർ ബമ്പർ. നമസ്കാരം. നമ്മളിന്ന് ചേർത്തലയിൽ തന്നെയാണ്. ചേർത്തലയിൽ തവണക്കടവ് എന്ന് പറയുന്ന ജെട്ടിയിലാണ്. ഇത് തവണക്കടവ് ബോട്ട് ജെട്ടിയാണ്. ഇവിടെ പണ്ട് ജങ്കാർ ഉണ്ടായിരുന്നു. ഇപ്പോൾ ജങ്കാർ താൽക്കാലികമായിട്ട് നിർത്തിവെച്ചേക്കാണ്. പകരം നമ്മുടെ കേരള സർക്കാരിൻ്റെ അടിപൊളി ബോട്ടുണ്ട്. ഇത് നേരെ അക്കരയ്ക്കാണ് പോകുന്നത് ഫുൾ ടൈം. അവിടെ വൈക്കമാണ്, വൈക്കത്തേക്കുള്ള ട്രാവലാണ്. പിന്നെ അവിടെ നിന്ന് പിന്നെ എറണാകുളത്തേക്ക് എവിടേക്ക് വേണമെങ്കിലും പോവാം. ഇവിടെ നമ്മൾ ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും ഒക്കെ അടുത്താണ്. അതിൻ്റെ ഒരു ആംബിയൻസിലേക്ക് ഇറങ്ങാൻ പോവാണ്. സീ കേരളം സൂപ്പർ ബമ്പർ നമ്മൾ ഗെയിം ഷോ ഇവിടെ നിന്നാണ് ഇന്ന് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ കളിക്കളത്തിലേക്ക് പോകും. തവണക്കടവ് ബോട്ട് ജെട്ടിയിലാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡ് അടുത്താണ്, ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. വൈക്കത്തുനിന്ന് ഒരുപാട് ആളുകൾ ഇവിടേക്ക് വരുന്നുണ്ട്. ചുമ്മാ വൈക്കത്ത് വന്നിട്ട്, അത് കോട്ടയം ജില്ലയാണല്ലോ, ആലപ്പുഴ ജില്ല വരെ പോകാൻ വന്നൊരു ബോട്ടിൽ കയറി ഒരു യാത്ര തരപ്പെടുത്തി കുറച്ച് പൈസയിലുള്ളൂ വരുന്ന ആളുകളുണ്ട്. എന്തായാലും ഈ ഇരിക്കുന്നത് അല്ല, അവരെയൊക്കെ സ്വീകരിക്കുന്ന നമ്മുടെ തവണക്കടവ് നാട്ടുകാരാണ്. നമസ്കാരം ചേട്ടാ, എന്താ പേര്? ഭാസ്കരൻ. ഭാസ്കര എന്നൊക്കെ ആരെങ്കിലും വിളിക്കാറുണ്ടോ? എങ്ങനെയാ ചേട്ടൻ്റെ പേരെന്താ? സദാശിവൻ. അനി കൊച്ചു നാരായണൻ. എന്താ പേര്? हो ये हमारा नहीं है, रतन सिंह. किधर से हो? दिल्ली. कितने साल हुए इधर आके? फर्स्ट. एक साल हो गया. क्या काम करते हो इधर? ബേക്കറി. ഓക്കെ. ഈ ഇവിടേക്ക് ഇത് വൈക്കത്തുനിന്ന് മാത്രമാണോ ഇത് ബോട്ടുള്ളൂ? തവണക്കടവ് വൈക്കം ബോട്ടുകള്. മറ്റു യാത്രക്കാർ ദൂരസ്ഥലങ്ങളിലേക്ക് ഇടുക്കി, കോട്ടയം ജില്ല, തലയോലപ്പറമ്പൊക്കെ പോകാനുള്ളവരാണ്. ഇവിടെ നിന്ന് അപ്പോൾ വൈക്കത്തേക്ക് എളുപ്പം ഈ ജെട്ടിന്ന് പോകുന്നത് എത്ര ടൈം എടുക്കും? ഒരു 15 മിനിറ്റ് ആണല്ലേ. പിന്നെ ചുരുക്കി പറഞ്ഞാൽ യാത്രയെ ഭയങ്കര രസമാണ്. എളുപ്പം പോകാം, വീട്ടിൽ പോകാം. അതാണ് ചുരുക്കി പറഞ്ഞ. ഈ തവണക്കടവ് നല്ല തിരക്കായിരിക്കുന്നതിന്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്തായാലും താങ്ക് യു. നമുക്ക് കാണാം. നമ്മുടെ സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ ഉണ്ട്. 25,000 രൂപയാണ് സമ്മാനം. അപ്പൊ ഗോതയിലേക്ക് വന്നേക്കണം. റെഡി. നമുക്കിനി വീണ്ടും ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഇറങ്ങാം. നല്ലൊരു ആംബിയൻസ് ആണ്, മൊത്തത്തിൽ ഉഷാറാണ്. ഇവിടെ ഇഷ്ടംപോലെ കടയുണ്ട്. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഡ സർബത്ത് കുടിക്കാം, നല്ല ചായ കുടിക്കാം. അങ്ങനെ വെറൈറ്റി കടകളാണ്. നമ്മൾ ഈ ചേട്ടൻ്റെ അടുത്തേക്ക് വന്നാലോ? നമസ്കാരം ചേട്ടാ, എന്താ പേര്? രാജേഷ് ചേട്ടാ, ഇത് സീ കേരളം സൂപ്പർ ബമ്പർ ഗെയിം ഷോ എന്നാണ്. നമ്മൾ നിങ്ങളുടെ തവണക്കടവിൽ ഒരു കിടിലൻ ഗെയിം ഷോ, 25,000 രൂപ സമ്മാനം കൊടുക്കുന്ന ഗെയിം ഷോ ഉടനെ നമ്മുടെ അടുത്ത് തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഈ സ്ഥലമൊക്കെ ഒന്ന് പരിചയപ്പെടാൻ ബോട്ട് ജെട്ടിയിൽ വന്നിറങ്ങിയതാ. ദേ ഇവിടെ കുറേ കച്ചവടക്കാരൊക്കെ വന്നിട്ടുണ്ട്, ആൾക്കാരൊക്കെ സാധനങ്ങൾ മേടിക്കുന്നുണ്ട്. ഇത് മൊത്തം വെറൈറ്റി കടയാണല്ലോ. ലോട്ടറി മുതൽ എല്ലാം കിട്ടും. നല്ല തിരക്കുണ്ടോ ഫുൾ ടൈം ഇവിടെ? ഒരു തിരക്കില്ലേ? ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മുടെ കളിക്കളത്തിലേക്ക് വരണം. അവിടെ വന്നിട്ട് 25,000 രൂപയാണ് സമ്മാനം. അങ്ങോട്ട് വരണം. ഇത് ഇവിടെ തൊട്ടടുത്താണ്. നമുക്ക് അവിടെ കാണാം. ഓക്കെ, അപ്പോൾ കാണാം. നമ്മൾ തവണക്കടവ് ബോട്ട് ജെട്ടിയിൽ നിന്ന് നേരെ അവിടെ തന്നെയാണ് ഈ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് എല്ലാ സ്ഥലങ്ങളിലേക്ക്, അതായത് ആലപ്പുഴ, അരൂർ, ചേർത്തലയ്ക്കൊക്കെയുള്ള ബസ് ഉണ്ട്. ഇവരെല്ലാവരും ഏറ്റവും കൂടുതൽ പർച്ചേസിങ്ങിന് പോകുന്ന ടൗൺ, തൊട്ടടുത്തുള്ള ടൗൺ കോട്ടയം ജില്ല എന്ന് പറയാം, വൈക്കത്താണ്. തൊട്ടടുത്ത് ഇവിടുന്ന് ഒരു 15 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ ബോട്ടിൽ പോകാൻ. നമുക്ക് എന്തായാലും ഇവരുടെയൊക്കെ അടുത്തേക്ക്. എന്താ ചേട്ടൻ്റെ പേരെന്താ? സന്തോഷ്. ഇവിടെ അടുത്താണോ വീട്? പൂച്ചാൽ എന്ന് പറയും. അത് ഇവിടുന്ന് എത്ര ടൈം ഉണ്ട്? 20 മിനിറ്റ് അല്ലേ? നിങ്ങൾക്ക് ഇവിടെ അടുത്തുള്ള ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് വൈക്കമാണ് ആണല്ലേ? മറ്റുള്ള ഇപ്പോൾ ആലപ്പുഴയ്ക്കൊക്കെ പോകുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ചേർത്തലയാണ് പിന്നെ ഉള്ളത്. എന്നാലും നിങ്ങൾ പർച്ചേസിങ്ങിനും ഒക്കെ പോകുന്നത് കൂടുതൽ ഇവിടേക്കാണോ? എറണാകുളത്തിന് പോകും. ഇവിടുന്ന് വൈക്കം പോകും, എന്നിട്ട് അവിടെ നിന്ന് എറണാകുളം പോകും. എറണാകുളത്ത് പോകാം. ഈ ബോട്ട് അപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ആരാ? ഈ ഒരു ജെട്ടി യൂസ് ചെയ്യുന്നത്, ബോട്ട് ജെട്ടി യൂസ് ചെയ്യുന്നത്? വൈക്കത്തുനിന്ന് ഇവിടെ ജോലിക്ക് വരുന്നവരുണ്ട്, അങ്ങോട്ട് ജോലിക്ക് പോകുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ഉള്ളവർ കൂടുതൽ യൂസ് ചെയ്യുന്നുണ്ടല്ലേ?
അപ്പോൾ ഈ തവണക്കടവ് ബോട്ട് ജെട്ടിയിലെ വിശേഷങ്ങൾ ഇങ്ങനെയാണ്. ധാരാളം ആളുകൾ വൈക്കത്തേക്ക് പോയും വന്നു ഇരിക്കുന്നു. നമ്മളിവിടെ വരുന്നു. തവണക്കടവ് ചേർത്തല ജില്ലയിലാണ്, കോട്ടയത്ത് നിന്ന് വൈക്കത്ത് നിന്ന് പെട്ടെന്ന് അടുത്തുള്ളൊരു സ്ഥലം. എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം, നമ്മുടെ തവണക്കടവ് ഗോതയിലേക്ക് പോവാം. 25,000 രൂപ സി കേരളം സൂപ്പർ ബമ്പർ സമ്മാനം കൊടുക്കാനുള്ളതാണ്. അവിടെ ഒരുപാട് ആളുകൾ കാത്തിരിക്കുന്നു. അവിടെ പോയി നമ്മുടെ മത്സരം തുടങ്ങണ്ടേ. തവണക്കടവ് ദേവീക്ഷേത്രത്തിനടുത്ത്, വടക്കക്കര ദേവീക്ഷേത്രത്തിനടുത്തുള്ള ഒരു കുന്നാണിത്. ഇവിടെ ഇങ്ങനൊരു കുന്നുണ്ടായത് എങ്ങനെയാണെന്ന് അറിയാമോ? ചേർത്തലയാണ്, തവണക്കടവാണ്. ഇവിടെ കിഴക്ക് ഭാഗത്ത് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തു അവർ. സാധാരണ നമ്മൾ മണ്ണെടുക്കുന്നത് കൃഷിയിടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല, കൃഷി ചെയ്യാൻ വേണ്ടി മണ്ണെടുത്ത് കൃഷിയിടം ഉണ്ടാക്കിയവർ അവിടെ ഒരു 4 തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യമുണ്ടോ, 4 തലമുറയ്ക്ക് മുമ്പ് ചെയ്ത കാര്യം. ആ മണ്ണ് കൂട്ടിയിട്ട് ഉണ്ടായതാണ് ഈ കുന്ന്. അപ്പോൾ തവണക്കടവിൽ ഇവിടെ ഇങ്ങനെ ഒരു കുന്നായി. കിഴക്ക് ഭാഗത്ത് ഇതേ ഒരു അടിപൊളി പാടമുണ്ട്. ചെറിയ തോതിലൊക്കെ ഇപ്പോൾ കൃഷി അവിടെ നടക്കുന്നുണ്ട്. ഈ കുന്നിന് താഴെ ദാ നോക്കിക്കോ, ഒരു വലിയ ഗ്രൗണ്ടാണ്. ദേവീക്ഷേത്രത്തോട് ചേർന്നിട്ടൊരു വലിയ മരം നിൽക്കുന്നു. അതിന് ചേർന്ന് വിശാലമായ, നമ്മൾ ധനുഷ്കോടിയിലൊക്കെ പോയാൽ കാണുന്ന ഫീലുള്ള വെള്ള മണലുള്ള ഒരു ഗ്രൗണ്ടാണ്. ആ ഗ്രൗണ്ടിൽ കണ്ടോ, നമ്മുടെ സൂപ്പർ ബമ്പർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ടീം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു ഗെയിം തുടങ്ങാനായിട്ട്. ഞാനിനി അവരുടെ ഇടയിലേക്ക് ഇറങ്ങാൻ പോവാണ്. നമുക്ക് ഇനി അംഗം അവിടെയാണ്. കുന്നിറങ്ങിയാണ് നമ്മളിന്ന് ഗെയിമിലേക്ക് പോകുന്നത്. വരവുണ്ടേ വരവുണ്ടേ വരവുച്ചാലുണ്ടേ തകതൈതക വരവുണ്ടേ വരവുണ്ടേ വരവുച്ചാലുണ്ടേ കാറ്റത്ത് കരിയില പോലെ പാറി പറക്കണുണ്ടേ തകതൈതക കാറ്റത്ത് കരിയില പോലെ പാറി പറക്കണുണ്ടേ ആനകാളി കൊണ്ടങ്ങനെ അണ്ടമറിയട്ടെ തകതൈതക ആനകാളി കൊണ്ടങ്ങനെ അണ്ടമറിയട്ടെ കുതിര കാളി കൊണ്ടങ്ങനെ കൂത്താടിപ്പോരട്ടെ തകതൈതക കുതിര കാളി കൊണ്ടങ്ങനെ കൂത്താടിപ്പോരട്ടെ തുള്ളട്ടെ തുള്ളട്ടെ തുള്ളി കളിക്കട്ടെ തകതൈതക തുള്ളട്ടെ തുള്ളട്ടെ തുള്ളി കളിക്കട്ടെ. തുള്ളി കളിക്കാൻ പോവാണ് നമ്മൾ കേട്ടോ. എന്താ മോന്റെ പേര്? സർവേഷ്. സർവേഷ്. സർവേഷ് നല്ലൊരു കൈ കൊടുത്തേ. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. ഇന്നത്തെ അധ്യായം നമ്മൾ ദാ ഇവിടെ വടക്കൻകരയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത കണ്ടസ്റ്റന്റിനെ വിളിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി പതിവ് പോലെ ലോട്ട് എടുക്കണം. ലോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദാ ഒരു കുഞ്ഞുവാവേനെ ഇവിടെ നിന്ന് വിളിക്കാൻ പോവുകയാണ്. ഓടിവാ. ഇത് പിടിച്ചോ. എന്താ പേര്? ദേവിലക്ഷ്മി. ദേവിലക്ഷ്മി. ആരാ ഈ പേരിട്ടെ? ആച്ചനാണോ ഇട്ടത്? അത് തുമ്മിയ പോലെ പോയല്ലോ. സ്കൂളിൽ പോകുന്നുണ്ടോ? എത്രാം ക്ലാസ്സിലാ? 10ാം ക്ലാസ്സിലൊക്കെ ആയോ? അയ്യോടാ, UKG-ലായിട്ടുള്ളൂ കേട്ടോ. നല്ലൊരു ഗൈഡ് കൊടുത്തേ നമ്മുടെ ദേവിലക്ഷ്മി. ലോട്ട് എടുക്കാം നമുക്ക്. അതിനുമുമ്പ് ഒരു പാട്ട് പാടിയാലോ? അന്നൊരു പാട്ട് പാടി കേട്ടെ. അവിടെ ചേട്ടൻ പാടി തകർത്തു. അപ്പൊ അതിനേക്കാളും നന്നായിട്ട് പാടണം കേട്ടോ. പാടിക്കോ. തക തക ദയാദിനന്ദോ ദയാദിനന്ദോ ദൈതഗദാര ദൈതഗദാര മുണ്ടകപ്പാടത്ത് കൈത്തിന് പോകുവാ നീ വരുന്നോടി ആടിയും പാടിയും കൊയ്ത്തിന് പോകുവാ നീ വരുന്നോടി ചിരിതപ്പെണ്ണെ നീ വരുന്നോടി മലയും നിലയും വന്നു വിളിച്ച നീ വരുന്നോടി കൊർത്തളി വാടിന്റെ വാർത്തല കൂട്ടുക നീ വരുന്നോടി ചിരിതപ്പെണ്ണെ നീ വരുന്നോടി. ഒരു നല്ല കൈയ്യടി കൊടുത്തേ. ആ വരിയൊക്കെ കാണാതെ പഠിച്ചു വെച്ചേക്ക. ഇത് തന്നോ. ഇതിന്റെ കൈ വേനോട് കുതിക്കിനെ പിടിച്ചിട്ട് അച്ചോന്നായി പോയോ? സാരില്ല കേട്ടോ. നമുക്ക് എന്തായാലും ലോട്ട് എടുക്കാം. പോരെ. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് എനിക്ക് തരണം കേട്ടോ. ബും പറന്നുയർന്നു. അപ്പൊ താങ്ക് യു. അപ്പോ നമ്മുടെ ചിരിതപ്പെണ്ണ് ഇന്ന് വിളിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ മത്സരാർത്ഥി അതുല്യ. എവിടെയാണ് അതുല്യ? ഉത്സവമായി മത്സരമായി ഉത്സാഹത്തിൻ. അതുല്യ പേരിൽ തന്നെ അതുല്യ എന്നുള്ളതുകൊണ്ട് മത്സരവും അതുല്യമായിരിക്കും അല്ലേ? എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ പഠിക്കുക. എന്തിനാ? ഡിഗ്രി. എക്കണോമിക്സ്. എക്കണോമിക്സ് ആണ്. വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ഉള്ളത്? പാട്ട്, ഡാൻസ്, കഥ, കവിത,
പാട്ട് പാടില്ല, പാട്ട് പാടിക്കഴിഞ്ഞാൽ എല്ലാരും ഓടും. അയ്യോ ഇപ്പൊ പാടണ്ട, ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ ഗെയിം പ്രശ്നമാവും. ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. ഡാൻസ് കളിച്ച് ഇവരൊക്കെ പിടിച്ചിരുത്താൻ പറ്റുമോ? ആ, ഞാൻ മത്സരത്തിനൊക്കെ പങ്കെടുക്കുന്ന, എനിക്ക് സ്റ്റേറ്റിൽ ഫസ്റ്റ് ഉണ്ടായിരുന്നു. എന്തിന്? ഫോക്ക് ഡാൻസ്. അമ്പോ, നല്ലൊരു കൈ കൊടുത്തേ. അതുല്യ ലോട്ടെടുത്ത് ആദ്യത്തെ മത്സരം ഏതാണെന്ന് നോക്കാൻ പോവാണ്. അതിനു മുമ്പ് മത്സരത്തിന്റെ മൊത്തത്തിലുള്ള കുറച്ച് നിയമങ്ങൾ എല്ലാവർക്കും അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സൂപ്പർ ബമ്പർ നേടണമെങ്കിൽ 6 കടമ്പകളാണുള്ളത്. ആദ്യ റൗണ്ട് 120 സെക്കൻഡാണ് സമയം. വിജയിക്ക് 1000 രൂപ ലഭിക്കും. ഈ പണം നിങ്ങൾക്ക് സ്വന്തമായി കിട്ടുന്നതാണ്. രണ്ടാം റൗണ്ട് 100 സെക്കൻഡാണ് സമയം. വിജയിക്ക് 2000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. മൂന്നാം റൗണ്ട് 80 സെക്കൻഡാണ് സമയം. വിജയിക്ക് 3000 രൂപ ലഭിക്കും. പക്ഷേ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 1000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. നാലാം റൗണ്ട് 60 സെക്കൻഡാണ് സമയം. വിജയിക്ക് 5000 രൂപ ലഭിക്കും. മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. അഞ്ചാം റൗണ്ട് 40 സെക്കൻഡാണ് സമയം. വിജയിക്ക് 10000 രൂപ ലഭിക്കും. എന്നാൽ മത്സരത്തിൽ നിന്നും പുറത്തായാൽ നിങ്ങൾക്ക് 3000 രൂപ മാത്രമേ ലഭിക്കുകയുള്ളൂ. ആറാം റൗണ്ട് 20 സെക്കൻഡാണ് സമയം. അതായത് സൂപ്പർ ബമ്പർ റൗണ്ട്. വിജയിക്ക് 25000 രൂപ ലഭിക്കും. ഇതിൽ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 10000 രൂപയാണ്. നിയമങ്ങളൊക്കെ കണ്ടല്ലോ, ഇത്രയൊക്കെയുള്ള സംഭവം. അതിലേക്ക് മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇതാണ് പണപ്പെട്ടി, ഇത് പണിപ്പെട്ടി. അതിൽ നിന്നൊരു പണി എടുക്കുന്നു, നമ്മൾ ജയിക്കുന്നു, ഇതിൽ നിന്ന് പണം മേടിക്കുന്നു. റെഡി അല്ലേ? അന്ന് ആദ്യത്തെ മത്സരം ഏതാണെന്ന് നോക്കാം. എടുത്തോ. ഈ ഗെയിമിന്റെ പേര് നീരാളി വേട്ട എന്നാണ്. നമ്മൾ ഈ വണ്ടിയിലൊക്കെ തൂക്കിയിടുന്ന റബ്ബറിന്റെ ഇങ്ങനെ ചുമ്മാ തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു തരം മുള്ളൻ പന്നി പോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? റബ്ബറിന്റെ അത് നമ്മൾ തലയിൽ സെറ്റ് ചെയ്ത് തരും. അത് ഇപ്പൊ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മുടെ മഞ്ഞ സ്പൈലി ബോളില്ലേ, അത് കുറെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ തല കൊണ്ട് ഇതുകൊണ്ട് ഇങ്ങനെ തുള്ളി തുള്ളി ആട്ടി ഓരോരോ ബോളും തട്ടിത്തെറിപ്പിക്കുകയാണ്. അതാണ് ഗെയിം. പേടിപ്പിക്കാനാണ് നമ്മൾ നീരാളി വേട്ടാന്ന് കിട്ടത്. പക്ഷെ പേടിയായത് എനിക്ക്, അല്ലാണ്ട് അതിലേക്കൊന്നുമല്ല. എന്തായാലും മത്സരത്തിലേക്ക് കിടക്കാം. അതുല്യയുടെ ആദ്യത്തെ മത്സരം നമ്മൾ തുടങ്ങാൻ പോവാണ്. നീരാളിയൊക്കെ ഇവിടെ റെഡിയാണ്. അതുല്യയും നീരാളിയും റെഡിയാണ്. ഈ ഇരിക്കുന്ന സ്മൈലി ബോളുകളാണ് തട്ടിത്തെറിപ്പിക്കുന്നത്. ഒരു 8 എണ്ണം ഉണ്ട്. ഓക്കെ, 120 സെക്കൻഡ് സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ഈ 8 എണ്ണം, അതായത് 2 മിനിറ്റ് ഉണ്ട്. 2 മിനിറ്റിനുള്ളിൽ 8 എണ്ണം തട്ടിത്തെറിപ്പിക്കുക. റെഡി? തുടങ്ങാം. നന്നായിട്ട് കൈയടിച്ചേ, നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചേ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. റെഡി? അതിന്റെ ആ കുപ്പിയിലേക്ക് കൊള്ളിക്കാൻ നോക്കും. കുപ്പിയിലേക്ക് കൊള്ളിക്കാൻ നോക്കും. ഒന്ന് ഇത്രേ ഉള്ളൂ. അതന്നെ. അതെ, 2 എണ്ണം തെറിച്ചുപോയി. 2 എണ്ണം തെറിച്ചുപോയി. പോട്ടെ. അടിപൊളി. വാശിയായി. അതിലേക്ക് വാശിയായി. അതിന്റെ നേരത്തെ പറഞ്ഞ പോലെ കണക്ക് നമ്മളെ തോപ്പിച്ചാ നമ്മൾ കണക്കിനെ തോപ്പിക്കും. അതാണല്ലേ? ശരിക്കും കുനിഞ്ഞ് വീശി എല്ലാരും ഒന്ന് കൈയടിച്ച് കൊടുത്ത അതാണ് പ്രോത്സാഹനം. കിട്ടും. ആ സൈഡ് കുറച്ചുകൂടി താഴെ. ഇതിപ്പോ എത്ര എണ്ണമായി? 3 എണ്ണമായി. ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും ഇട്ടേ. ഇത് പറ്റി കിട്ടും. അത് തന്നെ. അടുത്തത് ആ രീതി തന്നെ. അടുത്തത് അത് തന്നെ. അടുത്തതുകൂടി ഒന്നുകൂടി ഒന്ന് വീശി എടുത്ത് നോക്കി. പോരട്ടെ. വീശി എടുത്ത് നോക്കി. ഇനി 2 എണ്ണം. നിങ്ങളൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ലാസ്റ്റ് വൺ. ഇനി ഇത് ഒരെണ്ണം കൂടി ഉള്ളൂ കേട്ടോ. ഇത് ഒരെണ്ണം കൂടി ഉള്ളൂ. പോരട്ടെ, താഴ്ത്തി പോരട്ടെ. അച്ചു സാരില്ല. ട്രൈ. റെഡി? അതില്ല. തല കറങ്ങുന്നുണ്ടോ? ചെറുതായിട്ട് തല കറങ്ങുന്നുണ്ട്. എന്തായാലും ആ തലകറക്കം മാറ്റാൻ നമ്മൾ കൊടുക്കുന്നു അതുല്യക്ക് 1000 രൂപ. നല്ലൊരു കൈ കൊടുത്തേ. അതുല്യ, 1000 രൂപ കിട്ടിയല്ലോ. കിട്ടിയോ? കിട്ടി. ഇല്ല, തന്നില്ല. കൈ തന്നില്ല. 1000 രൂപ തരട്ടെ? ആയിക്കോട്ടെ. ഓക്കെ, നല്ലൊരു കൈയടി കൊടുത്തേ. അതിന്റെ ആദ്യത്തെ റൗണ്ട് കടന്നിരിക്കുകയാണ്. ഇത്തിരി കാര്യമായിട്ട് കഷ്ടപ്പെട്ടല്ലേ? നീരാളി തല കറക്കി. അതാണ് നീരാളി പിടുത്തം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ എന്തുകൊണ്ടാണ് ആ പേരിട്ടേന്ന് മനസ്സിലായോ? മനസ്സിലായി. അടുത്തത് ഇതിലും വലിയ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും വരാനിരിക്കുന്നത്. ഇപ്പൊ 1000 രൂപ കിട്ടിയല്ലോ. ഇനി ചിലപ്പോ കൂടുതൽ കിട്ടാം. 3000 കിട്ടാം, 10000 കിട്ടാം, 25000 കിട്ടാം. ഇതിന്റെ ഇടയിൽ 2000, 5000 ഒക്കെ ഉണ്ട്. അത് പക്ഷെ നെക്സ്റ്റ് റൗണ്ടുകളാണ്. കിട്ടുന്ന കാശാണ് ഞാൻ പറഞ്ഞത്.
കൂടുതൽ കാശൊക്കെ കിട്ടിയാൽ എന്താണ് ഒരു ആഗ്രഹമുള്ളത്? എന്ത് ചെയ്യാനാണ് ആഗ്രഹം? എനിക്കിപ്പോ പൈസയുടെ ഒരു ആവശ്യമുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ഡാൻസ് കളിക്കുന്നു പറഞ്ഞില്ലേ നേരത്തെ. അപ്പൊ എനിക്ക് MG യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അടുത്ത മത്സരമുണ്ട്. അപ്പൊ എന്റെ അച്ഛനിൽ അത്രയും പൈസ ഇല്ല ഇപ്പൊ എടുക്കാൻ. അപ്പൊ എനിക്ക് തന്നെയായിട്ട് അച്ഛൻ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് കലോത്സവത്തിന് പോകാൻ പറ്റില്ല. ഇപ്പൊ ഞങ്ങള് ഫോക്ക് മാത്രം മതി എന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ ഇനി ഈ പൈസയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭരതനാട്യവും കുച്ചിപ്പുടിയും കൂടെ പോകാൻ പറ്റിയാലോ? അടിപൊളി. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് കൂടുതൽ കാശ് സമ്പാദിക്കാൻ കഴിയട്ടെ. താങ്കൾക്ക് MG യൂണിവേഴ്സിറ്റിയിൽ പോവാനും വിൻ ചെയ്യാനും സാധിക്കട്ടെ. അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിലുള്ള ഗെയിം എടുക്കാം. ആയിക്കോട്ടെ. വാ. അതിലേക്ക് എന്ത് ഗെയിമാണ് കിട്ടിയിരിക്കുന്നത് നോക്കട്ടെ. ഈ ഗെയിമിന്റെ പേര് പിശക് വള എന്നാണ്. അതായത് നമ്മള് ബലൂൺ തരും, അതിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം, ഒപ്പം കുറെ വളകൾ തരും, അത് കോർക്കണം. ഓക്കെ, റെഡി അല്ലേ? ബലൂണും വളയും 2 ടാസ്കാണ് ഒരുമിച്ച് തരാൻ പോകുന്നത്. 2000ന്റെ റൗണ്ടാണ്. 3000 ഉറപ്പായിട്ട് കിട്ടാനുള്ള റൗണ്ടിലേക്ക് കയറാനുള്ള ഗെയിമാണ്. റെഡി അല്ലേ? നല്ലൊരു കൈഡി കൊടുത്തേ അതിലേക്ക്. അതുല്യയുടെ 2ാം റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. 2000ന്റെ റൗണ്ട്. 3000 ഉറപ്പായിട്ടും കിട്ടണമെങ്കിൽ ഇത് ജയിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഇവിടെ ഇഷ്ടംപോലെ പല നിറത്തിലുള്ള, നേരത്തെ പറഞ്ഞ പോലെ പല കളറ് അല്ലേ, പല കളറ് വളയൊക്കെ റെഡിയാണ്. ഇത് കയ്യിലിടണം. ഓക്കെ, 100 സെക്കൻഡിനുള്ളിൽ ഈ വളകൾ കയ്യിലിടുമ്പോൾ ബലൂൺ തട്ടിക്കൊണ്ടിരിക്കണം. ഈ ബലൂൺ തട്ടുമ്പോഴാണ് വള ഇടേണ്ടത്. ബലൂൺ നിലത്ത് പോയാൽ അപ്പോൾ ഇടുന്ന വള നമ്മൾ കൂട്ടൂല, തിരിച്ച് വള ഇട്ടേക്കണം. എന്നിട്ട് അടുത്ത ബലൂൺ എടുക്കാം. അതാണ് ഗെയിം. 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 6 വളകൾ കയ്യിലുണ്ടാവണം. 100 സെക്കൻഡ് തീരുമ്പോഴേക്കും. റെഡി അല്ലേ? സിമ്പിൾ അല്ലേ? തുടങ്ങാം. പെശക് വളയാണോ അല്ലയോ എന്നുള്ളത് ഇപ്പം അറിയാം. റെഡി? 1 2 3 തട്ടിയാലല്ലേ അത് നമുക്ക് പറ്റുള്ളൂ. അതന്നെ. 1 ശരിക്കും മുകളിലേക്ക് തട്ടും. നന്നായിട്ട് കൈയടിച്ചേ. 2 ആള് സിമ്പിൾ ആയിട്ടിരിക്കുകയാണ്. ഓരോ വള വീതം എടുത്ത് 3 എണ്ണം. നന്നായിട്ട് 4 എണ്ണം വളയിടാൻ ആള് പിടിക്കുക എന്തായാലും. 5 എണ്ണം ഇനി ഒരെണ്ണം കൂടി മതി. അതുല്യ 2000ന്റെ റൗണ്ട് കടന്ന് 3000ന്റെ റൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. നല്ലൊരു കൈഡി. അതുല്യ അടുത്ത റൗണ്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് അടുത്ത ഒരു ബ്രേക്ക് എടുക്കാനുള്ള സമയമാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ചെറിയ ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. അതുല്യ അങ്ങനെ 3ാം റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. 3000 രൂപ ഉറപ്പായിട്ടും കിട്ടുന്ന റൗണ്ട്. നമുക്ക് ലോട്ട് എടുത്താലോ? ഏതാണ് ഗെയിം നോക്കാം. മൂന്നാം റൗണ്ടാണ്. ഇതിൽ ജയിച്ചു കഴിഞ്ഞാൽ അതുല്യക്ക് 3000 രൂപ ഉറപ്പായിട്ടും കിട്ടും. അത് കിട്ടട്ടെ. ഈ ഗെയിം എന്ന് പറയുന്നത് കല്ലേറ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കാലേറാണ്. നമ്മളൊരു ഇരിപ്പിടമൊക്കെ തരും, കുറച്ച് ബോളുകളും തരും. കാലുകൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്തെടുത്തിട്ട് ആ ബോൾ വീശി എറിയണം. ഒരു സുഹൃത്തിനെ നമ്മൾ വിളിക്കേണ്ടി വരും. ആ സുഹൃത്ത് അത് ഒരു ബാസ്ക്കറ്റിൽ ക്യാച്ച് ചെയ്യണം. അതാണ് ഗെയിം. റെഡി? അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ട് ഓന്നൊക്കെ പറഞ്ഞെങ്കിൽ ഒരു ചെറിയ ടെൻഷനൊക്കെ മുഖത്ത് കാണുന്നുണ്ട്. ആ ടെൻഷൻ മാറ്റാനും മാനസികമായിട്ടൊന്ന് തയ്യാറെടുക്കാനും നമുക്ക് ഇവിടത്തെ കുറച്ച് കിടിലം പിള്ളേരുടെ ഒരു പെർഫോമൻസ് കണ്ടാലോ? ഒരു അടിപൊളി ഡാൻസ് കണ്ടാലോ? പോവാം.
കുരിശു എന്നെ അനുഗ്രഹിക്കണം. வானத்திலே எரியுதொரு வட்ட விளக்கு அத வணங்கிடவே ஏத்தி வச்சோ குத்து விளக்கு சந்திரன் நமக்கு தெய்வமடி அத கும்பிட்டு கும்பிட்டு கும்மியடி சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழிதல் பைங்கிழியே தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தென்காசி சாந்தும் விட்டு தெருக்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா வா தென்பாண்டி கோலமயில் வா சுந்தரியே சுந்தரியே செந்தமிழில் பெண் கொடியே மஞ்சள் மணம் பூசி வரும் மார்கழிதல் பைங்கிழியே தென்காசி சாந்தும் விட்டு தெற்கூத்தும் பாட்டும் போட்டு தென்காசி சாந்தும் விட்டு தெற்கூத்தும் பாட்டும் போட்டு தெம்மாங்கு தேனே முன்னில் வா வா தென்பாண்டி கோலமயில் வா தெம்மாங்கு தேனே முன்னில் வா நீ வா தென்பாண்டி கோலமயில் வா. ഡാൻസ് ഒക്കെ കണ്ട് ഉഷാറായി. അതുല്യത ഇവിടെ എത്തിയിട്ടുണ്ട്. 3000 രൂപ ഉറപ്പായിട്ടും അതുല്യക്ക് കിട്ടുന്ന ഗെയിമാണ്. 80 സെക്കൻഡ് കൊണ്ടാണ് അതുല്യത മത്സരിക്കേണ്ടത്. രഞ്ജു ചേച്ചി ഹെൽപ്പിന് വന്നിട്ടുണ്ട്. തൊട്ട അയൽവക്കം വന്നു തോന്നുന്നു അല്ലേ? ഓക്കെ, എന്തായാലും ഈ ബോളുകളാണ് വീക്ക് കൊടുക്കേണ്ടത്. ചേച്ചി അത് ആ ബാസ്ക്കറ്റിൽ ക്യാച്ച് ചെയ്യുക. എറിയുമ്പോൾ അവിടെ ഉണ്ടാവണം. പിന്നെ ബോൾ പോകുന്നതിനനുസരിച്ചിട്ട് പോയി ക്യാച്ച് ചെയ്യാം. തിരിച്ച് വീണ്ടും ഇവിടെ തന്നെ വന്ന് നിൽക്കുക. പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യണം അതുല്യനെ. കാരണം 80 സെക്കൻഡ് കൊണ്ട് 8 ബോളുകളാണ് ഇവർ കളക്ട് ചെയ്യേണ്ടത്. 10 സെക്കൻഡിന് അപ്പോൾ ഒരു ബോള്. റെഡി അല്ലേ? അപ്പൊ തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. എറിഞ്ഞു. പോയില്ലല്ല. അത് ശരിക്കും ടൈറ്റ് ചെയ്ത് പിടിച്ചു. അങ്ങനെ കറക്റ്റ് പിടിച്ച് ഒറ്റ വീക്ക് കിട്ടി. അത്രേ ഉള്ളൂ. നല്ലൊരു കൈഡി കൊടുത്തേ. പെട്ടെന്ന്. സമയമുണ്ട്. അത് എന്റെ അടുത്തേക്കാ വന്നത്. പെട്ടെന്ന് എറിഞ്ഞ്. ആ, രണ്ടെണ്ണം. അടിപൊളി. 2 3 കിട്ടും. ടെൻഷൻ വേണ്ട. അതാണ് അത് കറക്റ്റ് പിടിച്ചില്ല. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ. അതന്നെ കണ്ട, അങ്ങനെ അറിയുമ്പോൾ കിട്ടണ്ട. നല്ലൊരു കൈഡി കൊടുത്ത് 5 ഇനി 3 എണ്ണം കൂടി മതി. ഇനി 2 എണ്ണം കൂടി മതി. 20 സെക്കൻഡ് ബാക്കി. ലാസ്റ്റ് 1. ഇനി ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരെണ്ണം കൂടി കഴിഞ്ഞാൽ 3000 രൂപ ആരുടെ കയ്യിലിരിക്കും? അതുല്യയുടെ കയ്യിലിരിക്കും അല്ലേ? എന്താ സന്തോഷം നോക്കിയേ. 3000 രൂപയാ കൈ കിട്ടിയേക്കുന്നത്. നല്ലൊരു കൈ കൊടുത്തേ അതുല്യക്ക്. 3000 രൂപ അങ്ങനെ സ്വന്തമായി കിട്ടിയിരിക്കുന്നു. അതുല്യമായിരിക്കുന്നു. ഇപ്പൊ ഈ 3000 രൂപയ്ക്ക് നമുക്ക് ഏതെങ്കിലും ഒരു ഇനത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? കുറച്ചെങ്കിലും തയ്യാറെടുപ്പ് പറ്റുമോ? ഭരതനാട്യത്തിന് ചിലപ്പോ പറ്റും. അഡ്ജസ്റ്റ് പറ്റുമായിരിക്കും അല്ലെ? അപ്പൊ ഒരു പടി നമ്മൾ കടന്നിട്ടുണ്ട്. കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റട്ടെ. എന്നാ ഒട്ടും വൈകിക്കുന്നില്ല. ബാലൻസ് 2000. ദാ ഇന്നാ പിടിച്ചോ. നല്ലൊരു കൈഡി കൊടുത്തേ. ഇനി അതുല്യക്ക് അടുത്തത് 5000ന്റെ റൗണ്ടാണ്. ഈ 5000 എന്ന് പറയുന്നത് 10000ത്തിലേക്ക് എത്താനുള്ള റൗണ്ടാണ്. 5000 രൂപ കയ്യിൽ കിട്ടലല്ല. മനസ്സിലായില്ലേ? അപ്പൊ അതുല്യ ഇതിന്ന് ഒരു ഗെയിം എടുത്തോ. ആണ് 10000ത്തിലേക്കുള്ള എൻട്രി ആണ്. ഗെയിമിന്റെ പേര് കാശ് കൂടുന്നതും പേരും കൂടും. ഈ ഗെയിമിന്റെ പേര് ശരശയ്യ എന്നാണ്.
ബലൂൺ വെച്ചിട്ടുള്ള ഗെയിമാണ്. നമ്മൾ ശരശയ്യ പോലെ ഒരു സംഭവം റെഡിയാക്കി ഉണ്ടാവും. ബലൂൺ എടുക്കുക, നിലത്ത് വീഴാതെ തട്ടി 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 കൊണ്ടുപോയി അതിൽ അടിച്ച് പൊട്ടിക്കണം. ഈ ഇതിൽ കൊണ്ടാ പൊട്ടിക്കോളും, പക്ഷെ അതിലേക്ക് നന്നായിട്ട് അടിച്ചത് എത്തിക്കുക. ബലൂൺ അല്ലേ, അപ്പൊ കുറച്ച് ശക്തിയൊക്കെ ഉപയോഗിക്കേണ്ടി വരും, കാരണം അല്ലെങ്കിൽ ബലൂണിന്റെ വഴിക്ക് പോകും. കാറ്റല്ലേ അതിൻ്റെ ഉള്ളു, കുഞ്ഞതല്ലേ. ഓക്കെ, അപ്പോ എന്തായാലും 5000ന്റെ അതുല്യയുടെ റൗണ്ടിലേക്ക് നമുക്ക് കിടക്കാം. 10000ലേക്കുള്ള എൻട്രി ആണ്. ഇതിലും അതുല്യ വിജയിക്കട്ടെ. ശരശയ്യ, അതുല്യയുടെ 5000ന്റെ റൗണ്ടാണിത് അല്ലേ, 10000ലേക്കുള്ള എൻട്രി ഗെയിം. ശരശയ്യ അവിടെ റെഡിയാണ്. ഈ കിടക്കുന്ന ബലൂണുകളിൽ നിന്നും 60 സെക്കൻഡ് കൊണ്ട് 6 ബോളുകൾ പൊട്ടണം അവിടെ ചെല്ലുന്നത്. 60 സെക്കൻഡ്, അപ്പോൾ ഒരു 10 സെക്കൻഡിൽ ഒരു ബലൂൺ എന്നുള്ളതാണ്. അപ്പൊ ഇത്തിരി സ്പീഡ് വേണം ഗെയിമിന്. ഓക്കെ, സ്വാഭാവികമായിട്ടും കാശ് കൂടുമ്പോൾ നമ്മൾ സെക്കൻഡ്സ് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. റെഡി അല്ലേ? അപ്പൊ തുടങ്ങാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. പെട്ടെന്നായിക്കോട്ടെ, പെട്ടെന്നായിക്കോട്ടെ, പൊക്കോട്ടെ. എന്നിട്ട് ആഞ്ഞടിച്ച് പൊട്ടിച്ചോ. അവിടെ പൊട്ടിയില്ല, ഇതിനകത്താണ് പൊട്ടിക്കില്ല. ഓടിപ്പോയെടുത്തിട്ടോ, ഓടിപ്പോയെടുത്തിട്ടോ, സമയം കളയല്ലേ. എന്നിട്ട് പൊട്ടിപ്പോരട്ടെ. അത് ഇതിന്റെ മുകളിൽ അടിച്ചാലല്ലേ അത് പൊട്ടുള്ളൂ, അപ്പുറത്ത് പോയിട്ട് അടിച്ചാൽ അത് പൊട്ടില്ലല്ലോ. കിട്ടും, കൂളായിട്ട് ചെയ്യും, കൂളായിട്ട്. അടിപൊളി. ഒന്നാമത്തെ പൊട്ടിയിട്ടുണ്ട്. പോരട്ടെ 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 പോരട്ടെ. അത് പൊട്ടിയില്ല. വേഗം 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 വേഗം. ഒരെണ്ണം മതി, ഒരെണ്ണം മതി. അതന്നെ. 2. നന്നായിട്ട് കഴിച്ച്, നന്നായിട്ട് കഴിച്ച്, കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച്. അതാണ്. അത് പൊട്ടില്ല. പോരട്ടെ, അടുത്തത് പോരട്ടെ. മുറ്റത്ത് കൊണ്ടുവന്ന് കല ഉടയ്ക്കാണല്ലോ, എല്ലാം സൈഡിലേക്കൊക്കെ അടിച്ചു കളയുന്നത്. നമുക്ക് കറക്റ്റായിട്ട് മുകളിൽ കൊണ്ടുവന്നിട്ട് ഇതെന്ത് ബലൂണാണിത്, ഒന്ന് പൊട്ടിക്കൂടത്. അതിന്റെ മുകളിൽ വന്നിട്ട് 3 പൊട്ടിയിട്ടുണ്ട്. ഇനി 3 കൂടിയാണ് വേണ്ടത്, 3 കൂടിയാണ് വേണ്ടത്. 4 15 സെക്കൻഡ് ബാക്കിയുണ്ട്. 5. ലാസ്റ്റ് വൺ. നന്നായിട്ട് കഴിച്ച്. കൗണ്ട് ഔട്ട്. 10 9 8. അതുല്യേ, 10000ന്റെ റൗണ്ടിലേക്ക് എത്തി അല്ലേ? 10000 രൂപ കിട്ടിയാൽ എനിക്ക് തോന്നുന്നു അതുല്യക്ക് അത്യാവശ്യം 1-2 പരിപാടിക്കെങ്കിലും സ്വസ്ഥമായിട്ട് പോയി മത്സരിക്കാം, യൂണിവേഴ്സിറ്റിയിൽ പങ്കെടുക്കാം അല്ലേ? കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സൂക്ഷിച്ച് കളിക്കണം. സ്വാഭാവികമായിട്ടും ഇനി സെക്കൻഡ്സ് കുറയും, ഗെയിമും ചിലപ്പോൾ ഇത്തിരി കഠിനമായിരിക്കും. നമുക്ക് അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ, കാരണം കാശ് കൂടുതൽ വരാനുള്ളതാണല്ലോ. പക്ഷെ പേടിക്കണ്ട, കൂളായി അതുല്യ നന്നായി മത്സരിക്കും എന്ന് അല്ലേ? അതുല്യ നന്നായി മത്സരിക്കും. ഇതുവരെ എല്ലാം ഹാപ്പി സീനായിരുന്നു, ടെൻഷനൊന്നും വേണ്ട. നമുക്കപ്പോ അടുത്ത റൗണ്ടിന്റെ ലോട്ട് എടുത്താലോ? 10000ന്റെ അതുല്യയുടെ ഗെയിം ഏതാണെന്ന് നോക്കാം. നമ്മുടെ സി കേരളം സൂപ്പർ ബമ്പർ വഴി ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയാണെങ്കിൽ, അയാളുടെ ആഗ്രഹങ്ങൾ സാധിക്കുകയാണെങ്കിൽ അത് നമുക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, എന്തായാലും ഏതാണ് പരിപാടി എന്ന് നോക്കാം. തട്ടിയെടുത്തോ എന്നാണ് ഗെയിമിന്റെ പേര്. നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്ന് കണക്ക് ക്ലാസ്സിലൊക്കെ ഇരിക്കുമ്പോഴേ ബോറടിക്കുമ്പോൾ ഞങ്ങൾ ആമ്പിള്ളേരൊക്കെ ഈ പേന പെൻസിലൊക്കെ ഇങ്ങനെ ബെഞ്ചിന്റെ അറ്റത്തുകൊണ്ടിട്ട് ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുമായിരുന്നു. അങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങുന്നത് കാണാനൊക്കെ ഭയങ്കര രസം. അപ്പൊ അങ്ങനെയുള്ള ഗെയിമൊക്കെ ചെയ്യുമല്ലോ. ഇതും അത് തന്നെ ഗെയിം. ഒരു പെൻ തരും, അതിങ്ങനെ തട്ടിത്തെറിച്ച് ഫ്രണ്ടിൽ ഗ്ലാസ് ഉണ്ടാവും, ആ ഗ്ലാസ്സിൽ വീഴ്ത്തണം. അതാണ് ഗെയിം. ഓക്കെ, റെഡി? എന്തായാലും 10000 രൂപ കിട്ടുകയാണെങ്കിൽ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ അതുല്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. ആൾക്ക് ഇഷ്ടമുള്ള ഇനത്തിലെല്ലാം ഒരു കുറഞ്ഞത് ഒരു 2-3 ഐറ്റമെങ്കിലും പോകാൻ പറ്റുമെങ്കിലേ. ഓക്കെ, അപ്പൊ അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ഗെയിമിലേക്ക് പോകാം. തട്ടിയെടുത്തോ. അതുല്യക്ക് 10000 രൂപ കിട്ടട്ടെ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ അടുത്ത മത്സരത്തിലേക്ക് പോവാണ്. പേന അവിടെ റെഡിയാണ് തട്ടിയെടുക്കാനുള്ളത്. അത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക, തട്ടുക ഈ ഗ്ലാസ്സിൽ. 3 ഗ്ലാസ്സാണുള്ളത്. നമ്മുടെ ഓരോ റൗണ്ട് കഴിയുമ്പോഴും 20 സെക്കൻഡ് വെച്ച് കുറഞ്ഞാണ് വരുന്നത്. നേരത്തെ അപ്പോൾ നമ്മൾ 60 സെക്കൻഡ് മത്സരമായിരുന്നു, ഇനി 40 സെക്കൻഡേ ഉള്ളൂ. 3 ഗ്ലാസ്സാണുള്ളത്. 3ലും ഓരോ പെൻ വീതം വീഴ്ത്തുക. റെഡിയല്ലേ? ഒന്ന് ശ്രമിച്ചു നോക്ക്. എന്തെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ഒന്നും പേടിക്കണ്ട. ജയിച്ചാലും തോറ്റാലും എല്ലാം നമ്മുടെ നല്ലതിനാന്ന് കരുതുക. റെഡി? നമുക്ക് മത്സരത്തിലേക്ക് പോകാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. തുടങ്ങിക്കോ. കറക്റ്റായിട്ട് അതിന്റെ മുന്നിൽ വെച്ചിട്ട് ശരിക്കും തട്ടിപ്പൊക്കി നന്നായിട്ടൊന്ന് കൈയടിച്ച് നിങ്ങളൊന്ന് പ്രോത്സാഹിപ്പിച്ച് കിട്ടും. കുറച്ചും കൂടി നന്നായിട്ട് ആഞ്ഞടിച്ചോ. അത് കൈ ഇങ്ങനെ ആക്കണ്ട, ഞൊട്ടിയാ മതി. കൈ ഇങ്ങനെ ആക്കണ്ട, ഇങ്ങനെ തട്ടാൻ പറ്റുമോ നോക്കി. നമ്മൾ ക്യാരംസ് ഒക്കെ കളിക്കണല്ലോ. ശ്രമിക്കും. കിട്ടും. അതുല്യ നടക്കും.
അതില് നടക്കും, നടക്കും. ഓക്കെ, അതന്നെ റെഡി ആവുന്നുണ്ട്. നന്നായിട്ടൊന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. ക്ലാസ്സിന്റെ അടുത്തേക്ക് മാറ്റി വേറെ ക്ലാസ്സിലേക്ക് വെച്ച് നോക്കണം. ഒന്ന് വെച്ച് നോക്കി, ഒന്ന് കിട്ടുമോ നോക്കി. പോട്ടെ. സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. കിട്ടും. ഒന്ന് കൈയടിച്ചേ, നന്നായിട്ടൊന്ന് കൈയടിച്ചേ. അതുല്യ, നമുക്ക് കൗണ്ട് ഡൗൺ തുടങ്ങാനുള്ള സമയമായിട്ടുണ്ട്. കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ടെൻഷനൊന്നും വേണ്ട, ഞാൻ കൗണ്ട് ഡൗൺ തുടങ്ങുന്നു. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. പക്ഷെ സാരില്ല, നമ്മൾ 3000 രൂപ അടിച്ചെടുത്തിട്ടുണ്ടല്ലേ. 3000 രൂപയ്ക്ക് നമ്മൾ തകർക്കും. ഒരു നല്ല കൈയ്യടി കൊടുത്തി അതിലേക്ക്. ചെറിയ ഒരു നിർഭാഗ്യവും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ഗെയിമുമായിരുന്നു അത്. കാരണം ഇങ്ങനെ ഞൊട്ടി വെക്കുക എന്നുള്ളത് പെൺകുട്ടികൾ അധികം കളിച്ച് ശീലിച്ചിട്ടില്ലാത്തൊരു ഗെയിമാണെന്ന് തോന്നുന്നു. എന്തായാലും 3000 രൂപ കിട്ടിയിട്ടുണ്ട് അതുലേക്ക്. ഒപ്പം നോർത്ത് റിപ്പബ്ലിക് നൽകുന്ന നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ ഫോർവിഷ് മാട്രസ് നൽകുന്ന മറ്റൊരു നല്ല ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒപ്പം എല്ലാവിധ പ്രാർത്ഥനയും നൽകുന്നു. വലിയ ഒരു കലാകാരിയായി തീരട്ടെ. ടാറ്റ, ഓൾ ദ വെരി ബെസ്റ്റ്, ബൈ. ഇനി നമ്മുടെ കൂടെ 3 പേര് കൂടി ഇവിടെ ഉണ്ട്. ആ 3 പേരിൽ അടുത്തത് ആരാണ് മത്സരിക്കുന്നത് എന്ന് നമുക്ക് ലോട്ട് എടുത്ത് നോക്കാം. അതിനു മുമ്പ് സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ ഒരു ബിഗ് ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസ്. നമുക്ക് ഇന്നത്തെ അടുത്ത മത്സരാർത്ഥിയെ തിരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ലോട്ട് എടുക്കാൻ പോണ്. ലോട്ട് എടുക്കുന്നതിന് മുമ്പ് ഒരു പാട്ട് കേൾക്കുന്ന ശീലം എനിക്കുള്ളതുകൊണ്ട് എനിക്കൊരാൾ പാട്ട് പാടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാട്ട് കേൾക്കാൻ പോവാണ്. എവിടെയാണ് ആള്? ഇങ്ങ് കയറി വന്നേ നോക്കട്ടെ. എന്താ ചേച്ചിയുടെ പേര്? അനില. വീട്ടിലാരൊക്കെ ഉണ്ട്? ചേട്ടനുണ്ട്, അമ്മയുണ്ട്, 2 മക്കളുണ്ട്. 2 മക്കളുണ്ട്. അപ്പൊ അവർക്കൊക്കെ പാട്ട് പാടി കൊടുക്കാറുണ്ടല്ലേ? എനിക്കിപ്പോ ഏത് പാട്ടാ പാടിത്തരാൻ പോകുന്നത്? മുത്തുമണി തൂവൽ തരാ. അടിപൊളി, പാടിക്കോ. മുത്തുമണി തൂവൽ തരാ, അല്ലിത്തളിരാട തരാ, മുത്തുമണി തൂവൽ തരാ, അല്ലിത്തളിരാട തരാ, നറുപൂവിതളിൽ മധുരം നുകരാം, ചെറുപൂങ്കാറ്റായി നിന്നു താരാട്ടാ, എൻ കനവിലൊതുങ്ങും കണ്ണീർ കുരുവികളെ. നമുക്കിനി അടുത്ത മത്സരാർത്ഥി ആരാണെന്ന് അറിയാൻ വേണ്ടി ലോട്ട് എടുക്കാനുണ്ട്. ഇവിടെ ഇങ്ങനെ നിന്നാ പറ്റൂലല്ലോ. അപ്പൊ നമുക്ക് ലോട്ട് എടുക്കാം. പേടിച്ച് ഓടുകയാണോ? ആരോ ഉഷാറായിട്ട്? കുട്ടികളൊക്കെ കുറച്ചു പേരൊക്കെ ഞാൻ വിളിച്ച വഴി എന്നെ കണ്ടിട്ടാണോന്ന് അറിയില്ല, പേടിച്ച് ഓടിപ്പോയി. എന്തായാലും പേടിക്കാതെ ലോട്ട് എടുക്കാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്താ മോളുടെ പേര്? അഞ്ജന. നേരത്തെ ഡാൻസ് കളിക്കാണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? അടിപൊളിയായിരുന്നു ഡാൻസ്. സ്കൂളിലൊക്കെ ഇതുപോലെ പങ്കെടുക്കാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. വീട്ടിലാരൊക്കെ ഉണ്ട്? അടിപൊളി, ഇവര് തകർക്കാണ്. നമുക്ക് ലോട്ട് എടുക്കാം. ഇതിൽ നിന്നൊരു ലോട്ട് എടുത്ത് ചേട്ടൻ തന്നു. ഓക്കെ, താങ്ക് യു അഞ്ജന, ഇവിടം വരെ വന്നതിനും ലോട്ട് എടുത്ത് തന്നതിനും. അടുത്ത മത്സരാർത്ഥി ആരാന്ന് നോക്കാം. അഞ്ജനയാണ് അടുത്ത മത്സരാർത്ഥിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അടുത്ത മത്സരാർത്ഥി മറ്റാരുമല്ല, പേരിൽ തന്നെ ഒരുപാട് ആഗ്രഹമുള്ള ഒരാളാ, ആശ. ആശേച്ചി നമസ്കാരം. വീട്ടിലാരൊക്കെ ഉണ്ട്? മോളുടെ പേരെന്താ? എന്ത് ചെയ്യുന്നു അതുല്യ? ബികോം ഒക്കെ കഴിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ ആശ ചേച്ചി മത്സരിക്കാൻ റെഡി ആയിട്ട് വന്നിരിക്കുകയാണ്. എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം. തുടങ്ങാം നമുക്ക്. ആശ ചേച്ചി, അപ്പൊ നമുക്ക് ആദ്യത്തെ 1000 രൂപയുടെ മത്സരം ഏതാണെന്നുള്ളത് നോക്കാം. ലോട്ട് എടുക്കാം. ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്ത് എനിക്ക് തന്നെ. ഏതാ ഗെയിം നോക്കട്ടെ. യെസ്, 1000 രൂപയാണ്. 120 സെക്കൻഡ് ആയിരിക്കും. അതിൽ ഉള്ള ഗെയിം എന്ന് പറയുന്നത് ഉന്നം നോക്കി കൊത്തിപ്പറത്തി എന്നുള്ള ഗെയിമാണ്. അതായത് നമ്മൾ ഒരു ചെറിയ അമ്പ് പോലത്തെ സാധനം തരും.
സ്മൈലി ഇല്ലേ, മഞ്ഞ സ്മൈലി ബോൾ അതുണ്ടാവും. അതിങ്ങനെ കുത്തിയെടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഒരു ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ തട്ടിത്തെറിപ്പിക്കില്ലേ, അങ്ങനെ തട്ടിത്തെറിപ്പിച്ചിട്ട് ഈ ബോൾ ആ ബാസ്ക്കറ്റിലേക്ക് വീഴ്ത്തണം. ഓക്കെ, 2 മിനിറ്റ് ഉണ്ടാവും, 120 സെക്കൻഡ് ഉണ്ടാവും. എത്ര എണ്ണം വേണം എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, റെഡി അല്ലേ? ധൈര്യമായിട്ട് നിന്നോ. അപ്പോ നമ്മുടെ ആശ ചേച്ചിയുടെ ആദ്യത്തെ ഗെയിം ഉന്നം നോക്കി കൊത്തി പറത്തി. ആശ ചേച്ചിക്ക് 1000 രൂപ കിട്ടേണ്ട ആദ്യത്തെ ഗെയിം ഇവിടെ റെഡിയാണ്. ധാരാളം സ്മൈലി ബോളുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതിൽ കൊണ്ട് കുത്തി പിക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് എറിഞ്ഞു വീഴ്ത്തുക. ഓക്കെ, 120 സെക്കൻഡ്, 2 മിനിറ്റ് സമയമുണ്ട്. 5 എണ്ണം അതിലെത്തിക്കണം. 5 എണ്ണം. റെഡി? അപ്പോ ആശ ചേച്ചിയുടെ ടൈം സ്റ്റാർട്ട്സ് നൗ. നന്നായിട്ട് എല്ലാവരും ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിച്ച് കാര്യങ്ങൾ ഉഷാറാക്കി. അതന്നെ കിട്ടും. വളരെ സിമ്പിൾ ആണ് കാര്യം. അതാണ് പോരട്ടെ. കിട്ടും. അത് തന്നെ. എന്നിട്ട് കറക്റ്റ് ആയിട്ട് അതിന്റെ ഉള്ളിലേക്ക് അത് അവിടെ തന്നെ വേണമല്ലോ. അടുത്ത തൊട്ടടുത്ത് ഒന്ന്. അടിപൊളി. മൊത്തം നമുക്ക് 5 എണ്ണമാണ് എത്ര സമയമുണ്ട്. ഇത് ഇഷ്ടംപോലെ സമയമുള്ള റൗണ്ടാണ്. ഫസ്റ്റ് റൗണ്ടാണ്. അത് പുറത്തേക്ക് പോയല്ലോ, സൂക്ഷിച്ചിട്ട്. അടുത്തത് 2 എണ്ണം വീണിരിക്കുകയാണ്. അടിപൊളി, 2 എണ്ണം വീണിരിക്കുകയാണ്. എല്ലാവരും ഉഷാറായി ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്ത ആളിപ്പം തന്നെ 5 എണ്ണവും അതിനകത്തേക്ക് എത്തിക്കുന്നതാണ്. 3. ഇനി വെറും 2 എണ്ണം കൂടി വീണാൽ മതി. ഇഷ്ടംപോലെ സമയം ബാലൻസ് ഉണ്ട്. അതുകൊണ്ട് അതവിടെ എത്തുന്നതിന് മുമ്പേ ചാടിപ്പോയി. താല്പര്യമില്ലാത്ത ബോളാ തോന്നുന്നത്. അടുത്തെടുക്ക്. അതൊന്ന് കാണിച്ചേ. കുത്തി മുള്ളു വളച്ചോളഞ്ഞല്ല. പോട്ടെ, 4 എണ്ണം. അടുത്ത് കിടക്കുന്നത് കുത്തിയെടുക്ക്. പോട്ടെ. 4. ഇനി ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും അപ്പുറത്ത് എത്തിച്ചാൽ മതി. ഒരെണ്ണം കൂടി എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ എത്തിച്ചാൽ മതി. എന്നോടോ എന്നാണ് ആ ബോൾ ചോദിക്കുന്നത്. അത് ഇപ്പുറത്തെത്തിയല്ലോ. 5 എണ്ണം ചാടിച്ചിരിക്കുകയാണ്. ആശ ചേച്ചിക്ക് കിട്ടുന്നു 1000 രൂപ. ആശ ചേച്ചി 1000 രൂപ സ്വന്തമാക്കിയിരിക്കുന്നു. സന്തോഷമായില്ലേ? ഓക്കെ, 1000 രൂപ കിട്ടിയ സ്ഥിതിക്ക് 1000 രൂപ അങ്ങോട്ട് തന്നേക്കാം. നമ്മൾ അതൊന്നും കയ്യിൽ വെച്ചോണ്ടിരിക്കരുത്. ഈ കാശ് കയ്യിൽ വെച്ചോണ്ടിരുന്ന ആകെ പ്രശ്നം. അപ്പൊ അതുകൊണ്ട് പിടിച്ചോ, ആദ്യത്തെ സമ്മാനം 1000 രൂപ. റെഡി അല്ലേ? ഹാപ്പി? എല്ലാരും ഹാപ്പി അല്ലേ? അപ്പോ ഇനി ആശ ചേച്ചിക്ക് 2000ന്റെ റൗണ്ടാണ്. അതായത് 3000ത്തിലേക്കുള്ള എൻട്രി റൗണ്ട്. അറിയാലോ, ഗെയിമും കാര്യങ്ങളും നിയമങ്ങളൊക്കെ അറിയാലോ. അപ്പൊ ഇനി ഒരു ലോട്ട് എടുത്താൽ നമുക്ക് ആ ഗെയിമിലേക്ക് കിടക്കാം. ഇതിൽ നിന്ന് ഒരു ലോട്ട് എടുത്തോ. നമ്മുടെ രണ്ടാമത്തെ മത്സരം ഏതാണെന്ന് നമുക്ക് നോക്കാം. അടിപൊളി. കടയിലൊക്കെ പോവാറുണ്ടല്ലോ അല്ലെ? അപ്പൊ ഈ തൂക്കി തരുന്നതൊക്കെ നമ്മൾ സൂക്ഷിച്ചു നോക്കണ്ടോ? ത്രാസിന്റെ അളവ് തെറ്റാണോ, പരിപാടിയാണോ എന്നൊക്കെ നോക്കാറുണ്ടോ? ചിലപ്പം. എപ്പോഴും നോക്കണം കേട്ടോ, നമ്മൾ പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഈ ഗെയിമിന്റെ പേര് വിരൽ ത്രാസ് എന്നാണ്. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കെയിൽ 2 ഗ്ലാസ് വെച്ച് ത്രാസ് പോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നമ്മളിങ്ങനെ ഒരു വിരലിൽ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയി അടുത്ത സ്ഥലത്ത് വെക്കുകയാണ് ഗെയിം. ഓക്കെ, അതുകൊണ്ടാണ് വിരൽ ത്രാസ് എന്ന് പേരിട്ടത്. റെഡി അല്ലേ? 2ാം റൗണ്ടിലേക്ക് ആശേച്ചി കിടക്കുന്നു വിരൽ ത്രാസുമായി. ആശേച്ചി 2ാം റൗണ്ടിൽ എത്തിയിരിക്കുന്നു. 2000ന്റെ റൗണ്ട്. ഇതാണ് നമ്മുടെ ത്രാസ്. ഇപ്പോൾ ഈ സ്കെയിലിന്റെ മുകളിലേക്ക് ഓരോ ഗ്ലാസുകൾ വെക്കുക. 2 ഗ്ലാസ് വെക്കുക. ബാലൻസ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന് ഇതിന്റെ മുകളിൽ വെക്കുക. ഇത് 2 എണ്ണം അപ്പോൾ സെറ്റ് ചെയ്യണം. ഓക്കെ, റെഡി അല്ലേ? 100 സെക്കൻഡ് സമയത്തിനുള്ളിൽ 2 ത്രാസുകൾ ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ 3000ന്റെ റൗണ്ടിലേക്ക് കടന്നു എന്നുള്ളതാണ്. ഒട്ടും സമയം കളയണ്ട, നമ്മൾ ആരംഭിക്കുന്നു. 1 2 3. തുടങ്ങിക്കോ. ഒട്ടും നോക്കണ്ട, തുടങ്ങിക്കോ. അടിപൊളി. എല്ലാവരും നന്നായിട്ട് ബാലൻസ് ചെയ്ത് പയ്യെ ഒറ്റ വിരലുകൊണ്ടാണ്. ഒറ്റ വിരലുകൊണ്ട് നോക്കണം. കുഴപ്പമില്ല, ടെൻഷൻ കിട്ടും. ഇതേ പോയി കൈയിലൂടെ അടക്കി ഒതുക്കി നിൽക്കാൻ പറഞ്ഞു. കൈയിലൂടെ അടക്കി ഒതുക്കി നിൽക്കാൻ പറഞ്ഞു. അതല്ല പിന്നെ ശരിക്കും വെച്ച് അതാണ്. സമയമുണ്ടല്ലോ നമ്മുടെ കയ്യിൽ. പയ്യെ ട്രൈ ചെയ്യും. എല്ലാവരും നന്നായിട്ടൊന്ന് കഴിച്ച് പ്രോത്സാഹിപ്പിച്ചേ ചേച്ചിനെ. എല്ലാവരും അടിപൊളിയാണ് ചേച്ചി. ആ ചേച്ചിക്ക് നടക്കും. ആ ചേച്ചി നടക്കും. 2 പേരിൽ വെച്ച് നടക്കുള്ളൂ. ഓക്കെ, ട്രൈ ചെയ്യും. ഒരു കാര്യം എത്ര ക്ലാസ് വെച്ചാലും നടക്കില്ലെന്ന് പറഞ്ഞു. ട്രൈ ചെയ്യും. ഒരു തവണ കൂടി ട്രൈ ചെയ്യും. ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ട്രൈ ചെയ്തു. ഒരു പച്ചയും
നോക്കി. 10, 9, 8, 7, 6, 5, 4, 3, 2. കുഴപ്പമില്ല, 1000 രൂപയും വെറും കോയിലൂടെ നമ്മൾ വിടില്ല. 1000 രൂപയുടെ കൂടെ വേറെ സമ്മാനവും തരുന്നതായിരിക്കും. ആശ ചേച്ചിക്ക് എന്തായാലും 1000 രൂപ കിട്ടിയിരിക്കുന്നു. ഒപ്പം നമ്മൾ കിടിലൻ സമ്മാനവും കൊടുക്കുന്നു. ആശ ചേച്ചി ഒരുപാട് ആശിച്ചു വന്നതാണ്. അതുകൊണ്ട് തന്നെ 1000 രൂപയുടെ കൂടെ നമ്മൾ കിടിലൻ 2 ഗിഫ്റ്റുകൾ കൂടി കൊടുക്കുകയാണ്. ഒന്ന് ക്വാൻലി നൽകുന്ന ഒരു അടിപൊളി സമ്മാനം, നന്നായിട്ട് കൈയടിച്ച്. അതുപോലെ തന്നെ ഫോർവിഷ് മാട്രസ് നൽകുന്ന മറ്റൊരു സമ്മാനം കൂടി നൽകുന്നു. ചേച്ചി ഹാപ്പി അല്ലേ? ഞങ്ങളും ഹാപ്പിയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ടാറ്റ. അപ്പോൾ വടക്കുംകരയിൽ നമ്മൾ 2 ദിവസമായിട്ട് നല്ല അംഗത്തിലായിരുന്നു. സി കേരളം സൂപ്പർ ബമ്പർ ഇവിടെ പൊളിച്ചടക്കി. വടക്കുംകര നിവാസികൾക്കൊക്കെ ഒരു സ്പെഷ്യൽ താങ്ക്സ് ഈ സമയത്ത് പറയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു സ്പെഷ്യൽ താങ്ക്സ് വടക്കുംകരയിലുള്ള സാരഥി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിനാണ്. അവർ 2 ദിവസം നമ്മൾ മത്സരിച്ചപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെ റെഡിയാക്കി നിന്ന് തന്നു. അതിനൊരു സ്പെഷ്യൽ താങ്ക്സും ഒരു ബിഗ് സല്യൂട്ടും കൊടുക്കുന്നു. ഇനി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത്. ഒരു പക്ഷേ നാളെ നിങ്ങളുടെ ഇടയിലായിരിക്കാം അല്ലേ? നിങ്ങളെല്ലാവരും ഞങ്ങളെ കാത്തിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ വരും 25,000 രൂപയുമായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക്. എന്നിട്ട് അത് അവിടെ തന്നിട്ടേ പോവുള്ളൂ. ഒപ്പം ഒരുപാട് സമ്മാനങ്ങളും. തൽക്കാലം ഇന്ന് ഞാൻ ടാറ്റ പറയാണ്. സി കേരളം സൂപ്പർ ബമ്പർ കോപ്പവേഡ് ബൈ പാർലെ ഹൈഡ് ആൻഡ് സീക്ക് ചോക്കോ ചിപ്പ് കുക്കീസിൽ നിന്നും മിഥുൻ പറയുന്നു ഗുഡ് ബൈ.